എന്റെ മകനെ കൊന്നതാണ്, തല്ലിക്കൊതാണ് എന്ന് കേരളത്തോട് നിരന്തരം വിളിച്ചു പറയുന്ന അച്ഛനാണ് ജയപ്രകാശ്. വിറയലോടെയല്ലാതെ മനുഷ്യകുലത്തിൽ പിറന്നവർക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പലകുറി അയാൾ വായിച്ചിട്ടുമുണ്ടാകും. എന്നാലും 22 വയസ്സുവരെ പോറ്റിയ കുഞ്ഞിനോട് ഒരു പറ്റം നരഭോജികൾ ചെയ്തു കൂട്ടിയ ക്രൂരത ആവർത്തിച്ച ആ മനുഷ്യനോട് പറയാനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇതെന്താ രാക്ഷസ കോട്ടയാണോ? 3 ദിവസം കൂട്ടത്തിലൊരുത്തനെ കൊല്ലാക്കൊല ചെയ്ത പിശാചുകളോട് എതിർത്തൊരക്ഷരം മിണ്ടാതുരിയാടാതെ നിന്നത് ഈ നാട്ടിലെ യുവാക്കളാണ്. കൂട്ടത്തിലൊരുത്തനെ തുണിയില്ലാതെ തല്ലിയും ചവിട്ടിയും വിചാരണ ചെയ്തവരെ കൈയെടുത്ത് വിലക്കാതെ കണ്ടു നിന്നത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളാണ്. ആ കോളേജ് യൂണിയൻ കാലങ്ങളായി ഭരിക്കുന്നത് കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രങ്ങൾ SFIക്കാർ, പ്രതികളിൽ വിപ്ലവ പോരാളികൾ SFIക്കാർ. പങ്കില്ലെങ്കിൽ പറയണം, നിങ്ങളുടെ കോളേജിൽ നിങ്ങളിൽ ഒരുത്തൻ കൈചൂണ്ടി എതിർക്കാൻ ശേഷിയോടെ ബാക്കിയുള്ള മണ്ണിൽ ഒരുത്തനെ എങ്ങനെയാണ് അന്യായമായി മറ്റൊരുത്തൻ കൈവച്ചതെന്ന്, അവർക്കൊപ്പം നിങ്ങളിൽ നേതാക്കൾ പ്രതിപട്ടികയിൽ ഉണ്ടായത് എങ്ങനെയെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് മുതലുള്ള മുറിവുകളുടെയും ചതവുകളുടെയും എണ്ണം 18 ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം.